നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചാൽ എവറിബഡി വിൽ ടെൽ യു ദാറ്റ് ഇറ്റ് ഇസ് ദി ആബ്സെൻസ് ഓഫ് ഇൽനെസ്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 100 പേരെടുത്ത് ചോദിച്ചു നോക്കൂ, യു വോണ്ട് ഗെറ്റ് എ കൺസെൻസസ് ഓൺ ദാറ്റ്. ബിക്കോസ് അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പലരും പറയാറില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഈവൻ ഒരു സ്കൂൾ കരിക്കുലത്തിനകത്തിൽ പോലും പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കുട്ടികളെ എന്തുകൊണ്ട് ലേൺ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ആളുകൾ വിചാരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോകുന്നത് ഒരു മാനസിക രോഗം ട്രീറ്റ് ചെയ്യാനായിട്ടാണ്, ഹീൽ ചെയ്യാനായിട്ടാണ് എന്നുള്ളതാണ്. കൗൺസിലിംഗ് ഒരിക്കലും ഒരു മാനസിക രോഗം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല. Hello and welcome everybody to In Focus. Kure naalayitte I'm getting a lot of requests from all of you that you want a special series mental health ine kurichu. And it's such a vast subject. നമുക്ക് ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ ഒരു 2-3 എപ്പിസോഡ്സ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അതൊരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യണം. സോ ഐ ഹാവ് പ്ലാൻ ദ സ്പെഷ്യൽ മെൻ്റൽ ഹെൽത്ത് സീരീസ് ഫോർ ഓൾ ഓഫ് യു. ആൻഡ് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി എപ്പിസോഡ്, സോ ടു സേ. ഐ ഹാവ് റിക്വസ്റ്റഡ് ആൻഡ് ദേ ഹാവ് വെരി വെരി ഗ്രേഷ്യസ്ലി ഒബ്ലൈജ്ഡ് to be a part of this conversation, and വളരെ തിരക്കേറിയ വളരെ ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്, and we have found the time to be here with us for all of us out here, including myself. And so thank you. First of all, let me introduce our panelists to you right away. First of all, I guess I should invite and welcome Zaileshia to our show, because പലപ്പോഴും പല ചാനൽസിലും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് എന്ന നിലയ്ക്ക് നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു മുഖമാണ്. But I am glad that she has found the time to be with us on this panel. She's a clinical psychologist and she's a psychotherapist who's worked for more than 20 years, and she's the founder and head of Mintra Clinic, the talk space. And thank you so much, Zaileshia, for being a part. I know you guys are very busy, but you made the time. Thank you. Next, we have Rone Mathew Kuruvilla here, and he is a rehabilitation psychologist. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 1/2 മണിക്കൂർ റോണിനോട് ഇന്നലെ സംസാരിച്ചു, ഈ റീഹാബിലിറ്റേഷൻ സൈക്കോളജി എന്താണെന്നുള്ളത്. He is the head of the Department of Clinical and Rehabilitation Psychology at St. Gregorius Medical Mission Hospital, Parumala. Last but not the least, we have Mary Anthony with us. She is a consultant psychologist, and she is the founder and managing director of Yellow Cloud. താങ്ക്സ് സോ മച്ച് റോസ് ഫോർ ബീങ് അപ്പ്. ഇപ്പോൾ നമ്മുടെ ഇറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇറയാണ്. ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും നമ്മൾ ആദ്യം കാണുന്നത് ദ ലോഡ് ഓഫ് കോൺവെർസേഷൻസ് ആൻഡ് മോട്ടിവേഷണൽ ആൻഡ് സൈക്കോളജി റിലേറ്റഡ് കണ്ടൻറ് ബീങ് ജനറേറ്റഡ്. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഹൗ ഡു യു സീ ദിസ്? കാരണം പലപ്പോഴും ഒരു സോഴ്സ് പോലും ഇല്ലാതെയാണ് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ജ്ഞാൻ നമുക്ക് സോഷ്യൽ മീഡിയ വരെ കണ്ടിന്യൂസ്ലി ബൊമ്പാർഡ് ചെയ്യപ്പെടുന്നത്. How do you feel about it and its influence on young people especially? Anybody can take the answer. I think it's excellent that everybody is talking about it. പക്ഷേ അതിന് കുറച്ചൊരു ഗൈഡ് ലൈൻസും ഒരു എന്താ പറയുക എക്സ്പെർട്ടീസ് അപ്രോപ്രിയേറ്റ്നെസ് ഒക്കെ നമ്മളൊന്ന് സ്ക്രീൻ ഔട്ട് ചെയ്യാനായിട്ട് നമ്മളും കൂടെ കാണുന്നവരും കൂടെ ഒന്ന് പഠിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും അത് പറയാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് പീപ്പിൾ ആർ ഐഡൻറ്റിഫൈങ് മോർ ആൻഡ് ദേ വോണ്ട് ടു അഡ്രസ് ഇറ്റ്. അപ്പോൾ ഇൻ ദാറ്റ് വേ ഇറ്റ് ഈസ് എക്സലൻറ്റ്. പക്ഷേ നമ്മളെപ്പോഴും എല്ലാവർക്കും എന്തിനേയും പറ്റിയും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് പറയുന്ന സോഴ്സിൻ്റെ എന്താ പറയുക എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കോണ്ടൻറ്റ് ഇടുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും കോണ്ടൻറ്റ് കിട്ടും, ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ കിട്ടും. പണ്ട് കാലത്ത് ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊന്നും ആളുകൾക്ക് സംസാരിക്കാനോ അറിയാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അത് ആരും എക്സ്പ്രസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പലരും വായനയിലൂടെയും വീഡിയോസിലൂടെയും ഒരുപാട് പേര് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ പോലും ആസ് എ സൈക്കോളജിസ്റ്റ് വാട്ട് ഐ ഫെൽറ്റ് ആസ് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്സിന് അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടിട്ട് വീഡിയോ ഇറക്കിയില്ല, അല്ലെങ്കിൽ ഇത്ര വീഡിയോസ് മിസ്സിങ് ആണല്ലോ, ആ വീഡിയോയിലൂടെ എനിക്ക് ഇന്ന കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി, എനിക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി, ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് ഐ നീഡ് ഹീലിംഗ് ഫോർ ദിസ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഹ്യൂജ് ഇമ്പാക്റ്റാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു.
ആൻഡ് റോൺ, യു വർക്ക് എ ലോട്ട് വിത്ത് ചിൽഡ്രൻ ആൻഡ് യങ് അഡൾട്ട്സ്. അതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ഡു യു ഗെറ്റ് ഫ്രം ദം? പ്രധാനമായിട്ടും ഇന്ന് ഞങ്ങളുടെ ചൈൽഡിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് പേരൻസ് സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയുന്നത്. കുട്ടികൾ അതിനകത്തിലൂടെ ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനറേഷൻ അല്ല, അടുത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദെയർ ജനറേഷൻ. അപ്പം നമുക്ക് ബ്ലൈൻഡായിട്ട് സോഷ്യൽ മീഡിയനെയോ ടെക്നോളജീനെയോ നമുക്ക് ഡിനേ ചെയ്യാൻ പാടില്ല. പക്ഷേ വി ഹാവ് ടു ഗൈഡ് ദം. അതിനകത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു സാധനം ലേൺ ചെയ്യുന്നതാണ്. അപ്പം പ്രോപ്പറായിട്ട് ലേൺ ചെയ്ത് വേണം കുട്ടികൾ വരുന്നത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഈവൻ ഒരു സ്കൂൾ കരിക്കുലത്തിനകത്തിൽ പോലും പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കുട്ടികളെ എന്തുകൊണ്ട് ലേൺ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മളിപ്പം പുറത്തൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വേണ്ടതും വേണ്ടാത്ത സാധനങ്ങളും ഉണ്ട്. നമ്മൾ അതിനകത്തിൽ നിന്ന് എന്താണ് നല്ലത് തിങ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത്, അതിന് നമ്മൾ കുട്ടികളെ പ്രധാനമായിട്ടും പഠിപ്പിക്കണം എന്നുള്ളതാണ്. Zaileshia, more than 20 years of experience. ഈ 20 വർഷത്തിൽ what is the biggest change that you have seen among your clients, among your patients? People have become more receptive. അതൊരു ഭയങ്കര ചേഞ്ചാണ്. ലൈക്ക് ഫസ്റ്റ് ഡേ ഓർ ഫസ്റ്റ് ഇയർ ഓഫ് മൈ പ്രാക്ടീസ് ഐ വുഡ് സ്പെൻഡ് ഹാഫ് ആൻ അവർ ഇൻ കൺവിൻസിങ് ദാറ്റ് യു ഹാവ് എ പ്രോബ്ലം ദോ ദേ ഹാവ് കം ഫോർ ഹെൽപ്പ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പീപ്പിൾ റീഡ് അബൌട്ട് ഇറ്റ് ആൻഡ് പീപ്പിൾ ഡിസ്കസ്. പണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, കുറച്ച് സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. അതൊരു ഷെയിമായിട്ട് അറിഞ്ഞാൽ മോശമാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ പലരും ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർ കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എനർജി ആൻഡ് വെൻ ദേ ആർ മോർ റിസെപ്റ്റീവ് യു ക്യാൻ ഹെൽപ്പ് ദം ബെറ്റർ. ഇപ്പോൾ റോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ റോസ് ബാംഗ്ലൂരിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അത് ഭയങ്കര ഒരു ചേഞ്ച് ആണോ? അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് കാണുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ എന്ന് പറയാം, പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പരാജയമായിട്ടാണ്, ഫെയിലിയറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് അതിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കാം അല്ലെങ്കിൽ അതിനെ എസ്കേപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നും ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനൊരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോകുന്നത് ഒരു മാനസിക രോഗം ട്രീറ്റ് ചെയ്യാനായിട്ടാണ്, ഹീൽ ചെയ്യാനായിട്ടാണ് എന്നുള്ളതാണ്. കൗൺസിലിംഗ് ഒരിക്കലും ഒരു മാനസിക രോഗം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല. ഒരു സാധാരണ ഒരു വ്യക്തി ഒരു കൗൺസിലറിൻ്റെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകുമ്പോൾ അവൻ നേരിടുന്ന ചില പ്രതിസന്ധികൾ തുറന്ന് പറയുമ്പോൾ 5 രീതികളിൽ ഒരു 5 സ്റ്റെപ്പാണ് ഒരു സൈക്കോളജിസ്റ്റ്. ഒന്ന്, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്. എന്താണ് പ്രോബ്ലം എന്ന് തിരിച്ചറിയും. ആ പ്രോബ്ലത്തെ മറികടക്കാൻ എന്തെല്ലാം വ്യത്യസ്ത സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. 3, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഏത് സൊല്യൂഷൻ എടുത്താൽ അതെങ്ങനെ ബാധിക്കും, ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനും ആ സൊല്യൂഷൻ കണ്ടെത്തി ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും ഉടനീളം നിൽക്കുന്ന ഒരു കമ്പാനിയനാണ് സൈക്കോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ വ്യക്തികൾക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്നത് എൻ്റെ പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് എനിക്കൊരാളുടെ ആവശ്യമുണ്ടോ? നമുക്കൊരു സ്ഥിരമായിട്ടൊരു 3-4 ദിവസം ഡയറി വന്നാൽ വി ടേക്ക് ഹെൽപ്പ്. ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പക്ഷെ നമുക്ക് മെൻ്റലി നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ അതെന്തൊരു പരാജയമാണ്, എനിക്കങ്ങനെ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ആകുമ്പോഴായിരിക്കും പിന്നീട് തിരിച്ചറിയുന്നത് വി നീഡ് ഹെൽപ്പ് എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ആസ്ക് സ്പെസിഫിക്കലി. കാരണം നമ്മളിൽ പലരും, നമ്മുടെ ഫാമിലി തന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കേൾക്കാം, അയ്യോ എനിക്ക് രാത്രി ഉറക്കം തീരെ കുറവാണ്, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു അസുഖക്കേട്. അങ്ങനെ നമ്മൾ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കേൾക്കും. ആൻഡ് പലപ്പോഴും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ദാറ്റ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ. പക്ഷേ എന്നാലും നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ അല്ലെങ്കിൽ അവർ ഒരു ഡോക്ടറിനെ കാണാൻ താല്പര്യം കാണിക്കാറില്ല. ഹൗ ഡു യു ഫിഗർ ഔട്ട് യുവർ സെൽഫ് ദാറ്റ്
ഇതിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ ഓൺ ദ ബേസിസ് ഓഫ് സിംറ്റംസ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അതെങ്ങനെയാണ് തിരിച്ചറിയുക ദാറ്റ് ദിസ് ഇസ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി ടേക്കൺ ടു എ സൈക്കോളജിസ്റ്റ് ഓർ എ സൈക്യാട്രിസ്റ്റ്? നമ്മളുടെ ഡെയിലി ലൈഫിനെ എന്ന് ഈ പറയുന്ന പ്രോബ്ലംസ് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നു, അപ്പോൾ നമ്മളിത് ഹെൽപ്പ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും പല മാഗസീൻസിലും പല ഷോസിനകത്തിലൂടെയൊക്കെയും ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലർക്കും തോന്നും എനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. അപ്പം ഞങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ട് പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് OCD ഉണ്ടോ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടോ. പക്ഷേ അത് നമ്മുടെ ഡെയിലി ലൈഫിനെ എന്ന് തൊട്ട് ബാധിച്ച് തുടങ്ങുന്നു, ആ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഹെൽപ്പ് എടുത്തിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് വേണം നമ്മളിത് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചാൽ എവറിബഡി വിൽ ടെൽ യു ദാറ്റ് ഇറ്റ് ഇസ് ദി ആബ്സെൻസ് ഓഫ് ഇൽനെസ്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 100 പേരെടുത്ത് ചോദിച്ചു നോക്കൂ, യു വോണ്ട് ഗെറ്റ് എ കൺസെൻസസ് ഓൺ ദാറ്റ്. ബിക്കോസ് അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പലരും പറയാറില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. മെൻ്റൽ ഹെൽത്ത് ഇസ് വളരെ സിമ്പിളാണ്. പീസ് വിത്ത് വൺ സെൽഫ്, ഹാർമണി വിത്ത് അതേഴ്സ്. നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുക, നമ്മളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 ഇൻഡെക്സസാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമാധാനം പോയാൽ ലൈക്ക് റോൺ സെഡ് നമ്മുടെ ഡെയിലി ഫങ്ഷനിങ് വിൽ ബി എഫക്റ്റഡ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നങ്ങളാകും. ഇപ്പം തന്നെ ചോദിച്ചില്ലേ, ഹൗ കെൻ ഐ ഐഡൻറ്റിഫൈ ദറ്റ് ഐ നീഡ് ഹെൽപ്പ്? The thing is, you cannot always identify by yourself because there are 2 types. In one, you have insight. In the other category, you don't have insight. Others will have to tell you. ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉൾക്കാഴ്ച. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ള നമ്മുടെ തിരിച്ചറിവ് ഉള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും സൈക്യാട്രിയിലുണ്ട്, അല്ലെങ്കിൽ ക്ലിനിക്കലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെത്താനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മിത്ത് തൊട്ട് വി നീഡ് ടു ക്ലാരിഫൈ. ഓ, ദാറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഏരിയ. അപ്പോൾ നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ. There are 6 grades of insight. Yeah. 6 grades of insight too. Yes. I guess അതിനൊരു സ്പെസിഫിക് എപ്പിസോഡ് തന്നെ വേണ്ടി വരും. This is an ocean. If you are dedicating a series to it, it's wonderful. ആഡിങ് ടു ദിസ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആ ഒരു ഇൻസൈറ്റ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലും വാട്ട് ഷീ സെഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പറ്റൈറ്റ് ചേഞ്ച് ആവുകയാണ്, നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ചു. ഇങ്ങനെയുള്ള ഒരു 5 സിംറ്റംസ് ഒക്കെ നമുക്ക് ഡേ ടു ഡേ ഫീൽ ചെയ്യുന്നുണ്ട്, വി ആർ സ്റ്റക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രോപ്പറായിട്ട് എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നറിയുന്നില്ല, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ സ്വയം പറയാന്ന് പറയുന്നത് അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ യെസ്, എൻ്റെ ബേസിക് കാര്യങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ യെസ് ഐ നീഡ് ഹെൽപ്പ്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തിരിച്ചിട്ടാൽ ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ അടുത്ത ബന്ധു അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം അവിടെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഈ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു സ്പേസാണ് കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. സോ റോൺ, പ്ലീസ് ടെൽ മീ അബൌട്ട് ദാറ്റ് ഓൾസോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ വാണ്ടഡ് ടു റേസ് ടു ഓൾ ഓഫ് യു ഇസ്, നമ്മളുടെ അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സിൽ ചിലപ്പോൾ ഇത്രയും പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാവണം എന്നില്ല, എന്നാൽ ഒരു പക്ഷേ if that person is having any kind of anxiety disorder അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ സഫർ ചെയ്യുന്നുണ്ട് എന്ന് പോലും നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ പറ്റില്ല. സോ ഹൗ വുഡ് യു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ വെർ യു ഹാവ് സംബഡി ക്ലോസ് ടു യു ഹു ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഡസൻറ്റ് ഹാവ് ദ ഇൻസൈറ്റ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ദംസെൽവ്സ്? സോഷ്യൽ ഫാക്ടേഴ്സ്, ഇപ്പം നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ബയോസൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. ഈ സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പലപ്പോഴും പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള, അതായത് സോഷ്യൽ സപ്പോർട്ട് നമ്മൾക്കൊരു ഒരു വ്യക്തി ഒരു ഫാമിലിയിൽ അവർ ഒരു അല്പം പ്രോബ്ലത്തിനകത്തോട്ട് അവർ പോകുന്ന ടൈമിൽ ആ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്? ചില സാഹചര്യങ്ങളിൽ വീട്ടിലുള്ളവർ ഇതിനെ ഒരു കൈൻഡ് ഓഫ് ഈ വ്യക്തി എന്താണ് ഇങ്ങനെ, ഈ വ്യക്തി എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, ഈ വ്യക്തി എന്താണ് പ്രോപ്പറായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നില്ല,
ആ രീതിയിലോട്ടായിരിക്കും പലപ്പോഴും പോകുന്നത്, കുറ്റപ്പെടുത്തലിലോട്ട്. എസ്പെഷ്യലി സ്പൗസ് ആണെങ്കിലും കൂടുതലും ആ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനകത്തിലൊക്കെ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. അവരുടെ ആ ലിമിറ്റേഷൻസ് ആ ടൈമിലെ ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ അവരെ കുറ്റപ്പെടുത്തി കൂടുതൽ പ്രോബ്ലംസിനകത്തോട്ട് പോകും. സോ അവരുടെ ചുറ്റുപാടുമുള്ള സൊസൈറ്റി, എസ്പെഷ്യലി ഫാമിലി, അത് പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരാണ് ആ ടൈമിൽ ഹെൽപ്പ് എടുക്കേണ്ടതായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ ഒരു ഇവരെത്തുകയുള്ളൂ, ആ ഹെൽപ്പ് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് ഇവർ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ടോക്സിക് എൻവയൺമെൻറ്റിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ടോക്സിക് എൻവയൺമെൻറ്റിൽ തന്നെയാണെങ്കിൽ ഒരു പക്ഷേ ദാറ്റ് ഈസ് ഓൾസോ എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. ദെൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. സോ ദാറ്റ് ഫാമിലി ആസ് എ യൂണിറ്റ് ഹാസ് എ very important role to play in mental health of any individual. Tell me about your experiences. I would like to know about some situation that you had encountered where probably insight എന്നുള്ളൊരു കാര്യം ഇല്ലാതെ വന്നൊരു വ്യക്തിക്ക് ഒരു ഇൻസൈറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. Did you have any experiences of those? There are therapies aimed at creating insight oriented psychotherapies. പക്ഷേ നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള സൈക്കോട്ടിക് കാറ്റഗറിയിലുള്ള ഇൽനെസ്സസിൽ ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം അതിനകത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യുമോ? സൈക്കോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യബോധം ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം വേറൊരാൾ ലോജിക്കലി ചലഞ്ച് ചെയ്താലും ഇല്ല ഇതിങ്ങനെ തന്നെയാണ് എന്നുള്ള മിഥ്യാധാരണയിലിരിക്കുന്ന അവസ്ഥയാണ് സൈക്കോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അവരുടെ ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലോകമാണ് അവരെ സംബന്ധിച്ച് ശരി അല്ലെങ്കിൽ സത്യം. അതാണ് സൈക്കോട്ടിക്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിലപ്പം മെഡിക്കൽ സപ്പോർട്ടും ഔഷധ ചികിത്സയും ഒക്കെ ആവശ്യമായിട്ട് വരും. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ബ്രെയിൻ ആൻഡ് ഓൾ ന്യൂറോ കെമിക്കൽസ്. ഇപ്പോൾ ഈ പറയുന്ന ബിഹേവിയർ എന്ന് പറയുന്നതും ആസ് റോൺ സെഡ് അത് 2 ന്യൂറോൺസ് തമ്മിലുള്ള വയറിങ്ങും അതിൻ്റെ ഇൻട്രാക്ഷനുമാണ് ഈ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്താ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്കില്ലായിട്ട് മാറുന്നു. അതെന്താ ആ ന്യൂറോൺ അങ്ങനെ പണിയെടുത്തിട്ടാണേ. അപ്പോൾ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ബ്രെയിൻ. പക്ഷേ ബ്രെയിൻ ഇസ് എ വണ്ടർഫുൾ ഓർഗൻ. ഇറ്റ്സ് ന്യൂറോപ്ലാസ്റ്റിക്. യു ക്യാൻ ടീച്ച് ഇറ്റ് എനിത്തിങ്. ന്യൂറോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓർഗനെയാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കാണുന്നതും അതിനെ അഡ്രസ്സ് ചെയ്യാത്തതും. പിന്നെ കമ്മിങ് ബാക്ക് ടു ഫാമിലി, ടോക്സിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം എക്സ്പീരിയൻസ് പ്ലസ് ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഒരുപാട് വർഷങ്ങളോളം, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയും, ടൈം എടുത്ത് ചെയ്യുന്ന സ്റ്റഡീസിനെ. ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഉണ്ട്. മാനസിക പ്രശ്നങ്ങൾ വരുന്നവർക്ക് എന്തുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് വരുന്നു, എന്തുകൊണ്ട് വൈ ദേ കീപ് ഗോയിങ് ബാക്ക് ഓർ വൈ ദേ കീപ് ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ അതിനകത്തുള്ളൊരു മേജർ ഫൈൻഡിങ് ആണ് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ അയാളുടെ എൻവയോൺമെൻറ്റിൽ ഇ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്നതിനെ പറയാം. if it is present, it's a toxic environment. It can create problems, it will maintain problems and it will make sure they don't improve. 3 കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ കമൻറ്റ്സ്, കുറ്റപ്പെടുത്ത് അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് സംസാരിക്കുക. പിന്നെ പ്യോർ ബ്ലെയിമിങ്, നിൻ്റെ കുറ്റമാണ്, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ദെയർ അസംഷൻ. പിന്നെ ഹോസ്റ്റിലിറ്റി, അതായത് ഫിസിക്കലി ഒക്കെ ഉള്ള അബ്യൂസ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഇഫ് ഇറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പോൾ ഈ കപ്പ് കഴുകി വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചാലേ കഴുകിയതുകൊണ്ട് കാര്യമുള്ളൂ. കീപ്പിംഗ് ഇറ്റ് ബാക്ക് ഇൻ an unhygienic environment, there is no point in cleaning this. So that is the role of family. Family is so powerful and they can do wonders at least to the next generation. Absolutely. Yeah, Rose, you want to add something? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഈ എൻവിറോൺമെൻറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് മെഡിക്കേഷൻ സപ്പോർട്ട് ആവശ്യമാണെന്ന് പറയുകയും അവർ മെഡിസിൻസ് എടുത്ത് അവരൊരു പരിധി വരെ ഇമോഷൻസൊക്കെ ഒന്ന് സ്റ്റേബിളായി. പക്ഷെ ഡോക്ടർ ചോദിച്ചൊരു കാര്യമാണ്, പക്ഷെ നിങ്ങളുടെ സറൗണ്ടിങ്സ് ചേഞ്ച് ആയില്ലല്ലോ, അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തുള്ള റിലേഷൻഷിപ്സ് ഒന്നും മാറുന്നില്ല, യു സ്റ്റിൽ ഇൻ കോണ്ടാക്ട് വിത്ത് സച്ച് പീപ്പിൾ, ഹൗ വിൽ യു കീപ് ബൗണ്ടറി വിത്ത് ദം എന്നുള്ളത്.
ആൻഡ് ഡോക്ടർ കോൾ മീ പേഴ്സണലി, റോസ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് മാറ്റാം എന്നുള്ളതാണ്. ഇറ്റ്സ് എ ചലഞ്ചിങ് ബിക്കോസ് ഐ കൻ നോട്ട് ടേക്ക് ഡിസിഷൻ ഫോർ ഹർ. അത് അവർ ഡിസൈഡ് ചെയ്ത് മാറേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പലപ്പോഴും ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അവർ ഇമോഷണലി സ്റ്റേബിളായി അവർക്ക് ലോജിക്കലി ചിന്തിക്കാനായിട്ടുള്ള കഴിവുകളും ഉണ്ടായെങ്കിലും അവിടെ എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ചേഞ്ച് ആവുന്നില്ല എങ്കിൽ ഇതൊരു ലൂപ്പാണ്. ദേ വിൽ ബി ഇൻ ദാറ്റ് വിഷ്യസ് സൈക്കിൾ. എഗെയിൻ ദേ വിൽ ഗോ ബാക്ക്. പിന്നെ ഇതുപോലൊരു എപ്പിസോഡ് ഉണ്ടാവും, വീണ്ടും അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കും. സോ ദാറ്റ് വിൽ ബി റിപ്പീറ്റിംഗ്. റോൺ, കുട്ടികളുടെ കാര്യത്തിൽ ദിസ് മസ്റ്റ് ബി സച്ച് എ ഹ്യൂജ് ഇമ്പാക്ട്. ടെൽ മീ യുവർ ഒബ്സർവേഷൻസ് ഓർ എക്സ്പീരിയൻസസ്. ആക്ച്വലി കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലൂപ്പ് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളുടെ അടുത്ത് കേസ് വരുന്ന സമയത്ത് കംപ്ലീറ്റ് കുട്ടികളുടെ കുറ്റങ്ങൾ മാത്രമായിരിക്കും പേരൻസ് പറയുന്നത്. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളെ ഇരുത്താറില്ല, കാരണം അവരെ പുറത്തിരുത്തി ഇവരിത് കേൾക്കണ്ട. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പോലും കോപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം അവരുടെ കുറ്റം കേൾക്കുന്ന ആളാണെങ്കിൽ ഇപ്പം ഞാനും അവരെ കുറ്റപ്പെടുത്താനിരിക്കുമായിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവരധികം കാലമായാലും ഈ ലോകത്തിൽ വന്നിട്ട് അവർ പേരൻസിൻ്റെയും അല്ലെ ആ ചുറ്റുപാടിൻ്റെയും പല പ്രോബ്ലംസും കാരണം ഇതിനകത്തോട്ട് ഈ ബിഹേവിയർ ഇഷ്യൂസിനകത്തോട്ട് ഇവർ തന്നെ എത്തിപ്പെടുന്നതാണ്. പലപ്പോഴും അവർ തെറ്റായ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതാണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ആ ഫാമിലിക്ക് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ മിനിമം 1 hour എടുക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് അവരെ ഈ മാം പറഞ്ഞ പോലെ തന്നെ ഏത് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ എന്താണ് അവരെ പഠിപ്പിക്കുന്നത്, ഇതാണ് ലേറ്റർ സ്റ്റേജിൽ ഇവർ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ടാണോ വളർന്നു വരുന്നതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേണ്ട രീതിയിൽ തന്നെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം. പേരൻസ് അതിനെക്കുറിച്ച് ഇപ്പോഴും കൺസേൺഡ് അല്ല. ഒരു 14 years 15 years ഒക്കെ ആകുമ്പോഴായിരിക്കും കുട്ടീനെ കൊണ്ടുവന്നിട്ട് പറയും ഇവന് ഈ രീതിയിലുള്ള ബിഹേവിയർ, മൊബൈൽ എടുത്തെറിയുന്നു, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ കാണിക്കുന്നു, അങ്ങനെ പല 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 പ്രോബ്ലംസ് കാണിച്ച് ഇവൻ അനുസരിക്കുന്നില്ല. പക്ഷേ ഈ ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മേ ബി ഒരു 3 to 7 yearsലായിട്ടായിരിക്കും ഈ ഒരു പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അന്ന് തൊട്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കണം. ആ മാനേജ്മെൻറ്റ് കൂടുതലും നടക്കേണ്ടത് ഫാമിലിയിലാണ്. ദാറ്റ് മീൻസ് പേരൻസിനാണ് മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആസ് എ പേഴ്സൺ എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഐ ഹാവ് ദി ഇൻസൈറ്റ് ദറ്റ് ഐ ഹാവ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ. ഐ എം കൺഫ്യൂസ്ഡ്. എനിക്കറിയില്ല ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന്. ഞാൻ ആദ്യം സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, ഞാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, പിന്നെ അതല്ലാതെ ലൈഫ് കോച്ചസ് ഉണ്ട്, ആ വഴിക്ക് പോകണോ, ഈ തെറപ്പിസ്റ്റും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? ദർ ആർ സോ മെനി ടെർമിനോളജീസ് ഔട്ട് ദെയർ ദാറ്റ് എനിക്കറിയില്ല ഞാൻ ഏത് വഴിക്കാണ് ആദ്യം തിരിയേണ്ടതെന്ന്. വുഡ് യു ബി ഏബിൾ ടു ഗിവ് മീ സം ഇൻസൈറ്റ് ഓൺ ദാറ്റ്? ഈ വളർന്നു വരുന്ന കുട്ടികൾ നാടിൻ്റെ അസറ്റാണ് എന്നൊരു ചിന്ത കുറവാണ്. അതൊരു പുതിയൊരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിനകത്തിൽ നാളെ അഡൽട്സ് ആകേണ്ട ഈ കുട്ടികളെ ഇപ്പോഴേ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ അവർ കേപ്പബിൾ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ ജഡ്ജ്മെൻ്റലി നമ്മുടെ കുട്ടികളെ കേൾക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്താനായിട്ട് ഇത്രയും വർഷങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഫ്രം ദ day one. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഹെൽപ്ഡ് മീ ഇവോൾവ്. എവറി ക്ലയൻറ്റ് ഹാസ് ഹെൽപ്ഡ് മീ പേഴ്സണലി. ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു അത്ഭുതം മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആരോടും സംസാരിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, വ്യക്തിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുകയോ ഈ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ടിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല.